Hello friends, welcome to iPlus. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡ്രാമയാണ് ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ. ഓക്കെ, അപ്പോൾ ആർതർ മില്ലർ എന്ന ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ പ്ലേ റൈറ്റിന്റെ നാടകമാണ് ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ. അപ്പോൾ ഈ നാടകമാണ് ഇന്ന് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. സിലബസിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള HSC, HSST, അതുപോലെ തന്നെ നമ്മുടെ മെയിൻ കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയിട്ടുള്ള കേറ്ററ്റ്, സെറ്റ്, നെറ്റ് ഈ എക്സാംസിനെല്ലാം കാണുന്ന ഒരു ഫേമസ് ഡ്രാമ കൂടെയാണ് ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ അല്ലേ. നിങ്ങൾ പലരും PGക്കും ഡിഗ്രിക്കും ഒക്കെ ഡീറ്റെയിൽ സ്റ്റഡി ഒക്കെ പഠിച്ചിട്ടുണ്ടാവും ഈ ഒരു പ്ലേ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആർതർ മില്ലറിന്റെ ഒരു പോർട്രൈറ്റ് എന്ന് പറയുന്നത്. ആർതർ മില്ലറിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ആർതർ അഷർ മില്ലർ എന്നാണ് റൈറ്ററിന്റെ പേര്. ഒക്ടോബർ 17, 1950 മുതൽ ഫെബ്രുവരി 10, 2005 വരെയാണ് ടൈം പീരീഡ്. 1915 മുതൽ 2005 വരെ. Was an American playwright, essayist and screenwriter in the 20th century American theatre. 20th century American theatreലെ നിറഞ്ഞ സാന്നിധ്യമായിരുന്നു ആർതർ മില്ലറിന്റെ നാടകങ്ങൾ. Among his most popular plays are All My Sons 1947, Death of a Salesman നമ്മൾ പഠിക്കാൻ പോകുന്ന നാടകം 1949, The Crucible 1953 and A View from the Bridge 1955. ഓക്കെ, അപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള ഡ്രാമാസിന്റെ പേര് നോക്കി. ഫേമസ് വൺസിൽ ഉള്ളതാണ് നോക്കി, ഓൾ മൈ സൺസ്, ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ, അതുപോലെ തന്നെ ദ ക്രൂസിബിൾ ആൻഡ് ഓൾസോ എ വ്യൂ ഫ്രം ദ ബ്രിഡ്ജ്. ഓക്കെ, വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു നാടകം തന്നെയാണ് ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ. ആരാണ് ഇതിനകത്ത് മരിക്കുന്നത്? സെയിൽസ്മാൻ തന്നെയാണ് ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ. അദ്ദേഹത്തിന്റെ ജീവിതം എന്താണ്, കുടുംബം ഉണ്ടായിരുന്നോ, പേരെന്താണ്, ഇതൊക്കെ നമ്മൾ ഇവിടെ അന്വേഷിക്കുകയാണ്. He wrote several screenplays including The Misfits, അതായത് സിനിമകളിലേക്ക് സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുണ്ട്. The drama Death of a Salesman is considered one of the best American plays of the 20th century. അതായത് 20th centuryയിൽ വന്ന നാടകങ്ങളിൽ വെച്ചിട്ട് വിതൗട്ട് എനി ഡൗട്ട് നമുക്ക് പറയാൻ പറ്റും ഏറ്റവും മികച്ച നാടകം Death of a Salesman ആണ്. Miller was often in the public eye, particularly during the late 1940s, 50s and early 60s. Okay, 40കളിലെ 50കളിലെ 60കളിലൊക്കെ തന്നെ അമേരിക്കൻ നാടകങ്ങളിലെ നിറസാന്നിധ്യമായിരുന്നു മില്ലർ. 2005 മില്ലർ മരിക്കുന്നത്. During this time, he received a Pulitzer Prize for Drama. പുളിറ്റ്സർ പ്രൈസുകൾ നമ്മൾ ഡ്രാമയ്ക്ക് കൊടുക്കാറുണ്ട്, ഫിക്ഷന് കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പോയിട്രിക്കും കൊടുക്കാറുണ്ട്. ഓക്കെ, എല്ലാ കാറ്റഗറീസിനും പുളിറ്റ്സർ കൊടുക്കാറുണ്ട്, അനൗൺസ് ചെയ്യാറുണ്ട്. ടെസ്റ്റിഫൈഡ് ബിഫോർ ദ ഹൗസ് ആൻഡ് an American Activities Committee and married Marilyn Monroe. In 1980, he received the St. Louis Literary Award from the St. Louis University Library Associates. He received the Premium Imperable Prize in 2001, the Prince of Austria's Award in 2002, and the Jerusalem Prize in 2003, and the Dorothy and Lillian Gish Prize in 1999. Okay, ഇത്രയുമാണ് മികച്ച അവാർഡുകൾ. അതായത് ലൈഫിൽ ഒത്തിരി അവാർഡുകൾ ബാഗ് ചെയ്തിട്ടുള്ള ഒരു നാടകകൃത്ത് കൂടെയാണ് അമേരിക്കൻ നാടകകൃത്തായിട്ടുള്ള ആർതർ അഷർ മില്ലർ. ഓക്കെ, സോ മില്ലറിന്റെ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മികച്ച നാടകങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും മികച്ചത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നോക്കാം, ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ. അപ്പൊ ശ്രദ്ധിച്ചേ, ഡെത്ത് ഓഫ് ദ സെയിൽസ്മാൻ എഴുതിയത് ആർതർ മില്ലർ ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ കാണുന്നത് 2 ആക്ടുകളാണ്, ഒരു റെക്യവും വരുന്നുണ്ട്. റെക്യത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ സെയിൽസ്മാന്റെ മരണമാണ് കേട്ടോ, ലാസ്റ്റ് ഭാഗത്ത്. Death of a Salesman, a play in 2 acts and a requiem by Arthur Miller, written in 1948 and produced in 1949. Okay, നമ്മൾ ഇവിടെ കണ്ടതാണല്ലോ ഇയർ ഒക്കെ. ഡെത്ത് ഓഫ് എ സെയിൽസ്മാന്റെ പ്രൊഡക്ഷൻ ഇയർ ആണ് വന്നിരിക്കുന്നത് കേട്ടോ, 49. എപ്പോഴും നാടകങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പ്രീമിയർ ചെയ്ത വർഷമാണ് ഇമ്പോർട്ടൻറ്റ്. പോയട്രി ആണെങ്കിൽ നമ്മൾ പറയും അത് എഴുതിയ വർഷം മുതൽ പ്രാധാന്യമുള്ളതാണ്, എഴുതിയ വർഷവും പബ്ലിഷ് ചെയ്ത വർഷവും ഒക്കെ വേണം. നോവലാണെങ്കിൽ ഒരുപാട് ടെൻഷൻ ഒന്നും വേണ്ട, കാരണം നോവലുകൾ പലതും ആദ്യകാലത്ത് സീരിയലൈസ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സീരിയലൈസ് ചെയ്ത എല്ലാ വർഷവും ഒന്നും നമ്മൾ പഠിച്ചു വെക്കേണ്ട, നമ്മൾ അത് പബ്ലിഷ് ചെയ്ത വർഷം അങ്ങ് പഠിച്ചാൽ മതി. ഒറിജിനലി പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞിട്ട് വിക്കിപീഡിയ മുതലുള്ള എല്ലാ വെബ്സൈറ്റുകളിലും ഉണ്ടാവും, പുസ്തകത്തിന്റെ ബാക്കിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് മാത്രം നമ്മളങ്ങ് നോക്കിയാൽ മതി, ഒറിജിനൽ ഇയർ ഓഫ് പബ്ലിക്കേഷൻ കേട്ടോ. അപ്പൊ എപ്പോഴും പഠിക്കുമ്പോൾ കോംപ്ലക്സിറ്റി കുറച്ച് പഠിക്കണേ, കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് അല്ലെങ്കിൽ കൺഫ്യൂഷൻസിലേക്ക് പോകുന്ന രീതിയിൽ പഠിക്കരുത്. എപ്പോഴും റെപ്യൂട്ടഡ് ആയിട്ടുള്ള സൈറ്റുകളുടെയും പുസ്തകങ്ങളുടെയും മാക്സിമം നിങ്ങൾ ഈ ഒരു സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ബുക്കിന്റെ കവർ പേജ് അടക്കം നമുക്ക് കിട്ടും. അതിന്റെ നെക്സ്റ്റ് പേജിൽ ഒന്ന് ഫ്ലിപ്പ് ചെയ്യുന്ന ചാൻസ് ഒക്കെ ഇപ്പൊ നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്. ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജ് വരും. അടുത്ത പേജിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ, നമ്മുടെ നേക്കഡ് ഐയിൽ തന്നെ നമുക്ക് ഇയർ ഓഫ് പബ്ലിക്കേഷൻ കാണാൻ പറ്റും.
Death of a Salesman, a play in two acts and a requiem by Arthur Miller, written in 1948 and produced in 1949. വില്ലി ലോമൻ ആണ് നമ്മുടെ നാടകത്തിലെ പ്രധാന കഥാപാത്രം. വില്ലി ലോമന് ഏകദേശം 61 വയസ്സുണ്ട്. ഓക്കെ, 61 വയസ്സുണ്ട്, അതായത് ഒരു വയോധികൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, സോ ഈ വില്ലി ലോമൻ ഇന്നും ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ലൈഫിൽ സെറ്റിൽ ആകാനോ റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കാനോ ഒന്നും വില്ലി ലോമന് സാധിക്കുന്നില്ല. വില്ലി ലോമൻ അത്ര മോറൽ ക്വാളിറ്റീസ് ഉള്ള കഥാപാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ വില്ലിയുടെ ഭാര്യ അങ്ങനെയല്ല. ഓക്കെ, വളരെ മോറലി കറക്റ്റ് ആയിട്ടുള്ള, കറപ്റ്റ് അല്ല കറക്റ്റ്, ഓക്കെ, ശരി എന്നുള്ള മീനിങ്. ഓക്കെ, അപ്പൊ കറപ്റ്റ് അല്ല കറക്റ്റ്, സോ കറക്റ്റ് ആയിട്ടുള്ള ഒരു ലേഡി തന്നെയാണ് നമ്മുടെ വില്ലിയുടെ ഭാര്യ. ഓക്കെ, എന്നാൽ വില്ലി അങ്ങനെയല്ല. വില്ലിക്ക് ഒരു എന്താണ്, ദാറ്റ് മീൻസ് ഒരു എന്താണ് ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട്, മാരേജ് കൂടാതെ, ഭാര്യ കൂടാതെ ഒരു ഇല്ലിസിറ്റ് റിലേഷൻ ഒക്കെ ഉണ്ട്. 63 ആണ് ഇയേഴ്സ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. വില്ലി ലോമൻ, എ ട്രാവലിംഗ് സെയിൽസ്മാൻ, റിട്ടേൺസ് ഹോം ടു ബ്രൂക്ലിൻ ഏർലി ഫ്രം എ സെയിൽസ് ട്രിപ്പ്. ഓക്കെ, അപ്പൊ രാവിലത്തെ സെയിൽസ് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് വില്ലി ലോമൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഈ നാടകം പല സ്ഥലങ്ങളിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഒന്ന് ലോൺ ഹോം ഇൻ ബ്രൂക്ലിൻ, നമ്മൾ കാണുന്ന ബ്രൂക്ലിൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ന്യൂയോർക്ക് കാണാൻ പറ്റും, ബോസ്റ്റൺ കാണാൻ പറ്റും. ഇനി ഇതിന് പുറമെ ഹോട്ടൽ റൂമുകൾ, വില്ലിയുടെ വീട്, അതുപോലെ തന്നെ നമുക്ക് എന്താണ് റെസ്റ്റോറൻറ്റ്. അവസാനം ഈ നാടകം എത്തി നിൽക്കുന്നത് വില്ലിയുടെ ഗ്രേവിലാണ്. ഓക്കെ, അപ്പൊ റെസ്റ്റോറൻറ്റ്സ്, വില്ലിയുടെ വീട്, വില്ലി പോകുന്ന സ്ഥലം, സെയിൽസ്മാൻ അല്ലേ, പല സ്ഥലങ്ങളിൽ പോയില്ലേ. സോ അങ്ങനെ ട്രാവൽ ചെയ്ത് നടക്കുന്ന പല സ്ഥലങ്ങളിലാണ് ഈ നാടകത്തിന്റെ സെറ്റിംഗ് എന്ന് പറയുന്നത്. At the age of 63, he has lost his salary and is working only on commission, and on this trip has failed to sell anything. Okay, അപ്പോൾ സാലറി ഒക്കെ നഷ്ടപ്പെട്ടിട്ട്, ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും കമ്മീഷൻ മാത്രം, ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും എന്താണ് വില്ലിക്ക് ഒന്നും ആകാൻ പറ്റിയിട്ടില്ല തൻ്റെ ജീവിതത്തിൽ. ഓക്കെ, വില്ലി ഇപ്പോഴും പുറകിലേക്ക് ചിന്തിക്കുമ്പോൾ ഒരു ബിഗ് സീറോ ആണെന്നാണ് അദ്ദേഹത്തിന്റെ തോന്നൽ. സോ അതേപോലെ തന്നെ വില്ലിയുടെ മറ്റൊരു എന്താണ് ക്വാളിറ്റി പറയാനായിട്ടാണെങ്കിൽ, ബാക്കി ആരുടെയും ഫേവർ ഒന്നും വാങ്ങിക്കുന്നത് വില്ലിക്ക് ഇഷ്ടമല്ല. ഓക്കെ, വില്ലിക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ആ ബെസ്റ്റ് ഫ്രണ്ടിന് പുറമെ വില്ലി ആരോടും സഹായം ഒന്നും ചോദിക്കില്ല. ആരെങ്കിലും ബെറ്റർ ജോബ് ഒക്കെ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം റിജക്ട് ചെയ്യും. His son Biff, who has been laboring on farms and ranches throughout the West for more than a decade, has recently arrived home to figure out a new direction for his life. Okay, അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ബിഫിനെയാണ്. ബിഫ് നമ്മുടെ വില്ലി ലോമന്റെ മൂത്ത മകനാണ്. ഓക്കെ, മുതിർന്ന മകനാണ്. 34 വയസ്സുണ്ട്. എന്നാൽ ഈ ഒരു ഇത്രയും കാലം താൻ ഒരുപാട് വർക്ക് ചെയ്തെങ്കിൽ പോലും, അതായത് പഠിത്തമൊക്കെ കഴിഞ്ഞ് ഹൈസ്കൂൾ ടൈമിൽ എന്താണ് ഈ ബിഫ് ഒരു നല്ല ഫുട്ബോളർ ഒക്കെ ആയിരുന്നു, നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ഒക്കെ ആയിരുന്നു, ഒരുപാട് പൊട്ടൻഷ്യൽ ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നത് വില്ലിയെ പോലെ തന്നെ വില്ലിയുടെ മകനായ ബിഫിനും ലൈഫിൽ ഒന്നും നേടാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല, മൂത്ത മകന്. ഓക്കെ, അതുപോലെ ഇപ്പം ദേ തിരിച്ചു വന്നിട്ടുണ്ട്, തിരിച്ചു വീട്ടിലെത്തിയിട്ടുണ്ട്. ആൻഡ് ഇദ്ദേഹം പുതിയ കുറച്ച് സ്റ്റാർട്ടപ്സുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് തീരുമാനിച്ചേക്കുന്നത്. വില്ലി തിങ്സ് ബിഫ് ഹാസ് നോട്ട് ലീവ്ഡ് അപ് ടു ഹിസ് പൊട്ടൻഷ്യൽ. ഓക്കെ, വില്ലി വിചാരിക്കുന്നത് ഇത് തന്നെയാണ്, ബിഫിന് അവന്റെ പൊട്ടൻഷ്യൽ, അവന്റെ കഴിവുകൾക്കനുസരിച്ചുള്ള രീതിയിലുള്ള മാറ്റങ്ങളോ പുരോഗമനങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ബട്ട് ആസ് ബിഫ് റിവീൽസ് ടു ഹിസ് യങ്ങർ ബ്രദർ ഹാപ്പി, an assistant to the assistant buyer at a department store, he feels more fulfilled by outdoor work than by his earlier attempts to work in an office. Okay, so ഇദ്ദേഹം ഇപ്പൊ എന്താണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇദ്ദേഹത്തിന്റെ യങ്ങർ ബ്രദർ, അതായത് നമ്മുടെ വില്ലിയുടെ യങ്ങർ ബ്രദറാണ്. എന്താണ് ഈ ഒരു റിലേഷൻ കറക്റ്റ് മനസ്സിലാക്കണേ. വില്ലി ഫാദർ, വില്ലി അൺസക്സസ്ഫുൾ ആണ്. വില്ലിക്ക് 2 മക്കളാണ്. ഒന്ന് ബിഫ് 34 ഇയേഴ്സ് ഒക്കെ ഉള്ള ഒരു മാനാണ്. വില്ലി 63 ഇയേഴ്സ് ഉള്ള ഒരാളാണ്. ഹാപ്പി ഉണ്ട്. ഓക്കെ, ഹാപ്പിയുടെ പ്രായം എന്ന് പറയുന്നത് ഒരു 32 വയസ്സാണ്. അപ്പൊ ഇതാണ് ഇവരുടെ ഒരു ഏജ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വില്ലി 63 സ്റ്റിൽ വർക്കിംഗ്. ആൻഡ് അടുത്ത ക്യാരക്ടർ എന്ന് പറയുന്നത് ബിഫ് 34 ഇയേഴ്സ് ഒക്കെ എത്തിയിട്ടുണ്ട്. പക്ഷെ ബിഫിന് ഇപ്പോഴും ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ആണ്. ഇനി 32 വയസ്സുള്ള വില്ലിയുടെ ഇളയ മകനാണ് ഹാപ്പി. ഓക്കെ, ഹാപ്പിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഹാപ്പി സക്സസ്ഫുൾ ആണ്. സ്വന്തമായിട്ട് അപ്പാർട്ട്മെന്റ്, കാറ്, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്സ് ഒക്കെ ഉള്ള വ്യക്തിയാണ്. ഹാപ്പിയുടെ ലൈഫിലെ പോളിസീസ് തന്നെ വളരെ ഡിഫറെന്റ് ആണ്. ഹാപ്പിയെ സംബന്ധിച്ചിടത്തോളം എവറിത്തിങ് മാറ്റേഴ്സ് ഈസ് ദ ഫിറ്റ്നസ് ഓഫ് ദ ബോഡി. ഓക്കെ, ഫിസിക്കൽ സ്ട്രെങ്തിലാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്. ഇദ്ദേഹം ഒരു സെയിൽസ്മാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ ഫേമിൽ ഒരു ലോവർ ലെവൽ ജോബാണ് ഇദ്ദേഹത്തിനുള്ളത്. പക്ഷേ ഹാപ്പിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഹാപ്പി അതിലൊന്നും ഒട്ടും കൺസേൺഡ് അല്ല. ഹാപ്പിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഫിസിക്കലി ഫിറ്റ് ആണ്. സോ തൻ്റെ മുന്നിൽ എത്തുന്ന തന്നേക്കാൾ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരെ പോലും പുച്ഛത്തോടു കൂടിയാണ് ഹാപ്പി കാണുന്നത്. കാരണം ഹി ഓൺലി ഗീവ്സ് റെസ്പെക്ട് ടു ദോസ് പീപ്പിൾ ഹു ആർ ഫിസിക്കലി ഫിറ്റ്. ഓക്കെ, ഇതാണ് ഹാപ്പിയുടെ ഒരു നേച്ചർ.
ഇനി അതുപോലെ തന്നെ നമ്മുടെ ഹാപ്പി വില്ലിയെ പോലെയാണ്. അതായത് വില്ലിയുടെ ഒരു നേച്ചർ അറിയാലോ, വൈഫ് ഉണ്ട് പ്ലസ് ഒരു ഇല്ലെജിറ്റിമേറ്റ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. ഏറെക്കുറെ നമ്മുടെ ഹാപ്പിയും ആ ഒരു നേച്ചറിൽ തന്നെ വരുന്ന ഒരാളാണ്. കുറച്ചും കൂടെ സിൻസിയർ ലൈഫിനോടുള്ളത് നമ്മുടെ ബിഫിന് മാത്രമാണ്. But Biff reveals to his younger brother Happy, an assistant to the assistant buyer at a department store. ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലെ അസിസ്റ്റന്റ് ബയർ ആണ്. He feels more fulfilled by outdoor work than by his earlier attempts to work in an office. Alone in his kitchen, Willie remembers an earlier return from a business trip when Biff and Happy were young boys and looked up to him as a hero. Okay? So ഈ സമയത്ത് നമ്മുടെ വില്ലി കിച്ചണിൽ വെച്ചിട്ട് ആലോചിക്കുകയാണ്. അതായത് വിഷമം നിറഞ്ഞ സാഹചര്യങ്ങളിൽ ലൈഫിൽ എപ്പോഴെങ്കിലും നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓർത്തെടുത്താൽ നമുക്ക് മനസ്സിനൊരു സന്തോഷം അല്ലേ. സോ വില്ലി അതുപോലെ തൻ്റെ ലൈഫിലെ പഴയ നിമിഷങ്ങളൊക്കെ ഓർക്കുകയാണ്. അതായത് പണ്ട് ഞാൻ ഇതേ ജോലി തന്നെ സെയിൽസ്മാൻ ആയിട്ട് തന്നെ ജോലി ചെയ്യുമായിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി എത്തുന്ന സമയത്ത് എൻ്റെ 2 മക്കൾക്കും അതായത് ബിഫിനും അതുപോലെ തന്നെ ഹാപ്പിക്കും ഭയങ്കര സന്തോഷമായിരുന്നു എന്നെ കാണുമ്പം. ഓക്കെ, കാരണം അവരെന്നെ ഒരു ഹീറോ ആയിട്ടായിരുന്നു കാണുന്നത്. അന്നൊക്കെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ അവർക്ക് ഒരു ഹീറോയേ ഉള്ളൂ, അത് വില്ലിയാണ്, അച്ഛനാണ്. He contrasts himself and his sons with his next door neighbor Charlie, a successful businessman, and Charlie's son Bernard, a serious student. ഇനി അതുപോലെ തന്നെ ഇവർക്കൊരു നെക്സ്റ്റ് ഡോറിൽ ഇവർക്കൊരു നെയ്ബർ ഉണ്ട്. ഓക്കെ, നെയ്ബറിന്റെ പേര് ചാർലി എന്നാ. അതായത് നമ്മുടെ വില്ലിക്ക് വലിയ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒന്നും ഇല്ലല്ലോ. സോ ഈ സമയത്ത് വില്ലിക്ക് വേണ്ട അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കുന്നത് ചാർലിയാണ്. അതായത് ചാർലി വീക്ക്ലി നമ്മുടെ വില്ലിക്ക് വേണ്ട എമൗണ്ട് ഒക്കെ കൊടുക്കാറുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് വില്ലിയെ കുറിച്ച് നമുക്ക് മനസ്സിലായി അല്ലെ, വില്ലി ബാക്കിയുള്ളവരോടൊന്നും ഹെൽപ്പ് ചോദിക്കുന്ന നേച്ചർ ഒന്നുമല്ല. ആകെ വില്ലി തന്റെ ഹാർഡ്ഷിപ്സ് ഒക്കെ ഷെയർ ചെയ്യുന്നത് ചാർലിയോട് മാത്രമാണ്. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു അഫെക്ഷനും ഇവർ തമ്മിലുണ്ട്. ചാർലിയുടെ മകനാണ് ബെർണാഡ്, ഒരു സീരിയസ് സ്റ്റുഡന്റ് ആണ് കേട്ടോ. അടുത്തതായിട്ട് നമുക്കുള്ളത് ചാർലിയും അതുപോലെ തന്നെ ബെർണാഡും ആണ്. In his view, lack the natural charisma that the Loman men possess and which Willie believes is the real determination of success. Okay, അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ചാൾസും ബെർണാഡും ഒക്കെയാണ് ഉള്ളത്. സോ ഇവരെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ അവർക്കും കുറച്ചധികം ഇതിനകത്തിലെ ഈ ഒരു നാടകത്തിലെ എല്ലാ ക്യാരക്ടേഴ്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ കമ്മിറ്റ്മെന്റ് കുറവാണ്. ഓക്കെ, പലരും ദേ ആർ ലൈക്ക് അവരവരുടെ ലൈഫ് വേസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വില്ലി അതുപോലെ തന്നെ നമ്മുടെ ബിഫ്, അവരൊന്നും ഇടയിൽ മ്യൂച്വൽ കമ്മിറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ ഹാപ്പി അങ്ങനെയല്ല. ഹാപ്പി കുറച്ച് സെൽഫിഷ് ആണെങ്കിൽ പോലും അവൻ്റെ ലൈഫിൽ മാക്സിമം സക്സസ്ഫുൾ ആവാനായിട്ട് ഫിനാൻഷ്യലി സൗണ്ട് ആകാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. സോ അതാണ് ഹാപ്പിയുടെ ഒരു ക്യാരക്ടർ. But under the questioning of his wife, Linda, Willie admits that his commission from the trip was so small that they will hardly be able to pay all their bills and that he is full of self-doubt. ഓക്കെ, പിന്നെ നമ്മൾ കാണുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ലിൻഡ എന്ന് പറയുന്നത് വില്ലിയുടെ വൈഫാണ്. ലിൻഡ ഭയങ്കര സിൻസിയർ ആയിട്ടുള്ള ലേഡിയാണ്. അതായത് ലിൻഡ ഇങ്ങനെയുള്ള ലൈഫിന്റെ ഹാർഡ്ഷിപ്സിലൊന്നും അത്ര അങ്ങോട്ട് ഡൗൺ ആവുന്ന ക്യാരക്ടർ അല്ല. ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു ലേഡി തന്നെയാണ് നമ്മുടെ ലിൻഡ. ഓക്കെ, അങ്ങനെ ലിൻഡ വില്ലിയുടെ നെഗറ്റീവ്സ് ഒക്കെ ലിൻഡയ്ക്ക് അറിയാം. മാക്സിമം ലിൻഡ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു നെഗറ്റീവ്സിൽ നിന്നൊക്കെ വില്ലിയെ ഒന്ന് മേക്കപ്പ് ചെയ്യാനായിട്ട് വില്ലിയെ ബെറ്റർ ആക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. Okay, but under the questioning of his wife Linda, Willie admits that his commission from the trip was so small that they will hardly be able to pay all their bills and that he is full of self-doubt. Even as Linda reassures him, he hears the laughter of the women, his mistress in Boston. Okay, അപ്പോൾ ലിൻഡ ഭയങ്കര സിൻസിയർ ആണെന്ന് ഞാൻ പറയാനുള്ള കാരണം ഇത് തന്നെയാണ്. അതായത് ഹസ്ബൻഡ് ഡൗൺ ആവുന്ന സമയത്ത് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റി ആണ് ഇവരുടെ ഫാമിലിയിലെ മെയിൻ പ്രശ്നം. എന്നാൽ തൻ്റെ വൈഫായ ലിൻഡ തനിക്ക് വേണ്ടി ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോഴും മിസ്ട്രസിനെ ഓർക്കാനായിട്ടാണ് കൂടുതലായിട്ടും നമ്മുടെ വില്ലിക്ക് താല്പര്യം. ഓക്കെ, എപ്പോഴും മിസ്ട്രസിനെ കുറിച്ചാണ് ചിന്തിക്കുന്നതും അതേപോലെ തന്നെ പറയുന്നതും. മിസ്ട്രസിന്റെ പേര് മിസ് ഫ്രാൻസിസ് എന്നാണ് കേട്ടോ. മിസ് ഫ്രാൻസിസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരുപാട് ആൾക്കാരുമായിട്ടൊക്കെ റിലേഷൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫ്ലോട്ടിംഗ് ക്യാരക്ടർ കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ മിസ് ഫ്രാൻസിസ്. ഓക്കെ, തൻ്റെ ഫിനാൻസിന്റെ നല്ലൊരു എമൗണ്ടും വില്ലി വേസ്റ്റ് ചെയ്യുന്നതും മിസ് ഫ്രാൻസിസിന് വേണ്ടി തന്നെയാണ്. ചാർലി കംസ് ഓവർ ടു സീ ഇഫ് വില്ലി ഈസ് ഓക്കെ. ഓക്കെ, ചാർലി ഇടയ്ക്കിടയ്ക്ക് വരും വില്ലിയെ കുറിച്ച് അന്വേഷിക്കാൻ. While they are playing cards, Willie begins talking with the recently deceased figure of his brother Ben, who left home at the age of 17 and made a diamond fortune in Africa and Alaska. Okay, അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ വില്ലിയും
ചാർലിയും തമ്മിലുള്ള ഒരു സംസാരമാണ്. സോ അവിടെ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ നാടകത്തിന്റെ ഇടയിൽ, അല്ലെങ്കിൽ നാടകം നമ്മൾ കഥ പറയുന്നതിന് ഒരു 9 months ബിഫോർ മരിച്ചുപോയ ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബെൻ. ഓക്കെ, ബെന്ന് വില്ലിയുടെ സഹോദരനാണ്. വില്ലിയെ പോലെയല്ല ബെൻ, ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. 17 വയസ്സുള്ളപ്പോൾ വീട് ഉപേക്ഷിച്ച് പോയതാണ്. ഓക്കെ, മരിച്ചു കഴിഞ്ഞെങ്കിലും ഇപ്പോഴും നമ്മുടെ ബെന്നിന്റെ പ്രസൻസ് വില്ലിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ബെന്ന് 17 years ഉള്ളപ്പോൾ വീട് വിട്ട് പോയതാണ്. മരിച്ചു കഴിഞ്ഞെങ്കിലും വില്ലിക്ക് ബെന്നിയുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ബെൻ എപ്പോഴും എന്താണ് ഓരോ കാര്യങ്ങളിൽ പുതിയ പുതിയ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. ഓക്കെ, സോ ഒരു 17 years ഉള്ളപ്പോൾ വീട് വിട്ടു പോയി. സൗത്ത് ആഫ്രിക്കയിലോ അലസ്കയിലോ ഒക്കെ ആയിട്ട് ഒരു ഡയമണ്ട് ഫോർച്യൂൺ ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട്, നല്ല ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് സെറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. Charlie offers Willie a job, but Willie refuses out of pride, even though he has been borrowing money from Charlie every week to cover over household expenses. Okay, അപ്പോൾ ചാർലി വില്ലിക്ക് ഒരു ജോലി ഓഫർ ചെയ്യും. അതായത് എന്താണ്, ഞാൻ നിനക്ക് നല്ലൊരു ജോലി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നീ ഇനി ട്രാവലിംഗ് സെയിൽസ്മാൻ ആയിട്ടൊന്നും നടക്കണ്ട, ഏജ്ഡ് ആയില്ലേ, 63 years ഒക്കെ ആയില്ലേ, now you please take some rest, I will give you a respectable job എന്നൊക്കെ പറയും. പക്ഷെ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ ആരും റെഡിയല്ല, നമ്മുടെ വില്ലി റെഡിയല്ല. വില്ലി പറയുന്നത് I will find a job for me, എനിക്കുള്ള ജോലി കണ്ടുപിടിച്ചോളാം, ഇപ്പം എനിക്ക് കണ്ടുപിടിച്ച ജോലി ഈ ട്രാവലിംഗ് സെയിൽസ്മാൻ്റെയാണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എന്നാലും എല്ലാ വീക്കിലും ഇവരുടെ ഹൗസ് ഹോൾഡ് കോഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും ഉള്ള പൈസ കടം എടുക്കുന്നത്, അല്ലെങ്കിൽ കടമായിട്ട് കൊടുക്കുന്നത് ചാർലിയാണ് വില്ലിക്ക്. Full of regrets, Willie compares himself to Ben and their equally adventurous, mysterious father who abandoned them when they were young. He wanders into his backyard trying to see the stars. Okay? പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്, ഫുൾ ഓഫ് റിഗ്രറ്റ്സ്, വില്ലി കമ്പയർസ് ഹിംസെൽഫ് ടു ബെൻ ആൻഡ് ദെയർ ഈക്വലി അഡ്വഞ്ചറസ് മിസ്റ്റീരിയസ് ഫാദർ. ഓക്കെ, അവരെ ഉപേക്ഷിച്ച് പോയതാണ്. ഹി വാണ്ടേഴ്സ് ഇൻ ടു ഹിസ് ബാക്ക് യാർഡ് ട്രൈങ് ടു സീ ദ സ്റ്റാർസ്. ഇനി അതുപോലെ തന്നെ സ്റ്റാർസ് കാണാനായിട്ട് പോകുന്നു എന്ന് പറയുന്നത് മരിച്ചുപോയ അച്ഛനെയും അതുപോലെ തന്നെ ബ്രദറിനെയും ഒക്കെ ആകാശത്ത് കാണാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോകും. ഓക്കെ, അതായത് പ്രശ്നങ്ങൾ കൂടുന്ന സമയത്ത് ഇവരുടെ ലോകത്തേക്ക് പോയാൽ മതി എന്നൊക്കെയാണ് നമ്മുടെ വില്ലി ആഗ്രഹിക്കുന്നത്. Linda discusses Willie's deteriorating mental state with the boys. She reveals that she has tried to commit suicide. Okay, she reveals that he has tried to commit suicide both in a car crash and by inhaling gas through a rubber hose on the heater. Okay, പല രീതിയിൽ ലൈഫിന്റെ ഹാർഡ്ഷിപ്സ് സ്ട്രോങ് ആയി വരുന്ന സമയത്ത് മരിക്കാൻ ശ്രമിച്ച ഒരു കഥാപാത്രമാണ് വില്ലി. ഓക്കെ, ഒരു കാർ ക്രാഷ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അതിനുശേഷം തന്റെ ബോഡിയിലേക്ക് പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് എൻട്രി ചെയ്യിച്ച് മരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ആ ഗ്യാസ് ഇൻഹെയിൽ ചെയ്ത് അത് ശ്വസിച്ച് മരിക്കാൻ ശ്രമിക്കുന്നു. ബിഫ് ചാരിഷ്ഡ് agrees to stay home and try to borrow money from his previous employer Bill Oliver in order to start a sporting ഗുഡ്സ് ബിസിനസ് വിത്ത് ഹാപ്പി. ഓക്കെ, അങ്ങനെ ബിഫ് ഇപ്പോൾ അവിടെ ഉണ്ട്. ബിഫ് തൻ്റെ ഒരു പ്രീവിയസ് എംപ്ലോയർ ആയിട്ടുള്ള ബിൽ ഒലിവറിൽ നിന്നും കുറച്ച് പൈസയൊക്കെ കടമെടുത്ത് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ സ്റ്റാർട്ടപ്പിൽ തൻ്റെ പങ്കാളി എന്ന് പറയുന്നത് സഹോദരൻ ഹാപ്പി ആയിരിക്കും. വിച്ച് വിൽ പ്ലീസ് ദെയർ ഫാദർ. വിൽ ഈസ് ത്രിൽഡ് അബൌട്ട് ഹിസ് ഐഡിയ ആൻഡ് ഗീവ്സ് Biff some conflicting, incoherent advice about how to ask for the loan. Okay, അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വില്ലിക്ക് സന്തോഷമാവും. വില്ലി ഇടയ്ക്കിടയ്ക്ക് മരിക്കാൻ തീരുമാനിക്കും, അത് വില്ലിയുടെ ഒരു നേച്ചറാണ്. ഇനി അതുപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങുന്ന സമയത്ത് വില്ലിക്ക് വീണ്ടും ജീവിക്കണം. ഇങ്ങനെ ഒരു ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള അൺസർട്ടനിറ്റിയിൽ ജീവിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഓക്കെ, എന്നാൽ ഇതൊക്കെ ഹേർട്ട് ചെയ്യിക്കുന്നത് ലിൻഡായാണ്. ഇപ്പം മക്കൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് അറിഞ്ഞപ്പം, എസ്പെഷ്യലി സ്പോർട്സ് ഗുഡ്സ് ഒക്കെ സെല് ചെയ്യുന്ന ഒരു സ്പേസ്. ഓക്കെ, ഇതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. അതായത് ബിഫ് ഹൈസ്കൂളിലായിരുന്ന സമയത്ത് ബിഫിന് സ്പോർട്സിൽ എസ്പെഷ്യലി ഫുട്ബോളിൽ വലിയ താല്പര്യമായിരുന്നു. സോ ആ സമയത്ത് തനിക്ക് വേണ്ട രീതിയിൽ ശോഭിക്കാനായിട്ടൊന്നും പറ്റിയില്ല. ഫിനാൻഷ്യൽ എക്സ്പെൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും മീറ്റ് ചെയ്യാൻ പറ്റാതെ താൻ അതിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ചെയ്തത്. പിന്നീട് അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല സ്കൂളിന് ശേഷം. സോ അതുകൊണ്ടാണ് ഇപ്പം അതേ ആ ഒരു മെമ്മറീസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് അതേപോലെയുള്ള ഒരു സ്പോർട്സ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. വില്ലി കുറേ ഐഡിയാസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക, എങ്ങനെയാണ് ബിൽ ഒലിവറിനോട് പൈസ ചോദിക്കേണ്ടതെന്ന്. ഓക്കെ, ഇതിനകത്തിലെ കഥാപാത്രങ്ങളുടെ പേരാണ് ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് കേട്ടോ. അതുപോലെ തന്നെ അതൊരിക്കലും കൺഫ്യൂസ്ഡ് ആവരുത്. വില്ലി ഫാദറാണ്. വില്ലിക്ക് 2 മക്കളാണ്. പേര് ഒന്ന് നമ്മുടെ ഹാപ്പി, അതുപോലെ തന്നെ ഒന്ന് ബിഫ്. ഓക്കെ, ഓർഡറിൽ തന്നെ നമ്മൾ എഴുതുകയാണെങ്കിൽ വില്ലിക്ക് 2 മക്കളാണ്. ഒരാൾ ബിഫാണ് എൽഡർ. ഓക്കെ, ഈ ഹാപ്പി എന്ന് പറയുന്നത് 2ാമത്തെ മകനാണ്. ഇവരുടെ നെയ്ബറാണ്
ചാർലിക്ക് ഒരു മകനുണ്ട് ബെർട്ടാൻ. ചാർലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. ഇനി ഇതിനകത്ത് വരുന്ന മറ്റൊരു കഥാപാത്രം ബെന്നാണ്. ബെൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്ലിയുടെ സഹോദരനായിരുന്നു, മരിച്ചുപോയി, ഒരു ഫോർച്ചുനേറ്റ് മാൻ ആയിരുന്നു. ഇനി നമുക്ക് വരുന്ന മറ്റൊരു കഥാപാത്രം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കണ്ട കഥാപാത്രമാണ്. ഈ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും HSK ചോദ്യമാവും, അതാണ് പ്രശ്നം. സോ ബിൽ ഒലിവറിൽ നിന്ന് പണം കടം വാങ്ങാനായിട്ടാണ് ബിഫ് തീരുമാനിച്ചിട്ടുള്ളത്. ബിഫിന്റെ പഴയ എംപ്ലോയർ ആണ്. The next morning, at Linda's urging, Willie goes to his boss Howard Wagner and asks for a job in the New York office close to home. Okay? അങ്ങനെ നമ്മുടെ ലിൻഡയുടെ നിരന്തരമായിട്ടുള്ള നിരന്തരമായിട്ട് ലിൻഡ ഇത് പറഞ്ഞ് ശല്യം ചെയ്യുകയാണ്. അവസാനം വില്ലി തൻ്റെ ബോസ് ആയിട്ടുള്ള ഹവാർഡ് വാഗ്നറിൻ്റെ അടുത്ത് പോയിട്ട് ന്യൂയോർക്കിൽ തന്നെ എവിടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ജോലി വേണം എന്ന് ആവശ്യപ്പെടും. ഓക്കെ, തൻ്റെ ജോലി തനിക്കൊന്ന് മാറ്റി, അതായത് ഇപ്പോൾ ട്രാവലിംഗ് സെയിൽസ്മാൻ ആണ്, ആ ജോലി തനിക്ക് എവിടെ വേണം, വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും വേണം. അതായത് ഈ ഓൾഡ് ഏജിലേക്കൊക്കെ പോകുന്നതും അതൊരു റീസൺ ആണേ. So Willie has been with the company longer than Howard has been alive. Howard refuses Willie's request. Okay, അപ്പോൾ പുതിയ മാനേജറാണ് അല്ലെങ്കിൽ പുതിയ കമ്പനി ഹെഡാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹവാർഡ്. ഓക്കെ, ഇപ്പൊ കമ്പനി ഹവാർഡിന്റെ ആണ്. സോ ഹവാർഡ് കമ്പനിയിലായിട്ട് കുറച്ച് നാളേ ആയുള്ളൂ. വില്ലിയാണെങ്കിൽ പണ്ട് മുതലേ അവരുടെ പഴയ എംപ്ലോയി ആണ്. പക്ഷെ വില്ലിയുടെ റിക്വസ്റ്റ് കേൾക്കാൻ ഹവാർഡ് റെഡി അല്ലായിരുന്നു. Willie continues to beg Howard with increasing urgency until Howard suspends Willie from the work. Willie, humiliated, goes to borrow money from Charlie at his office. Okay? അങ്ങനെ നിരന്തരമായിട്ട് തനിക്ക് അടുത്തേക്ക് ജോലി വേണോ അല്ലെങ്കിൽ മാറണം എന്നുള്ള ആവശ്യമായിട്ട് ശല്യം ചെയ്യാൻ തുടങ്ങിയപ്പം നമ്മുടെ ഹവാർഡ് വാഗ്നർ വില്ലിയെ അവിടെ നിന്നും പുറത്താക്കി. ഓക്കെ, പിടിച്ചു പുറത്താക്കി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ജോലി എന്ന് പറഞ്ഞയച്ചിട്ട് സസ്പെൻഡ് ചെയ്താണ് വിട്ടത്. പക്ഷേ ഔട്ട് ഓഫ് കോംപ്ലക്സ് നമ്മുടെ വില്ലി അത് വേണ്ടെന്ന് വെച്ചു, ജോലി വേണ്ടെന്ന് വെച്ചിട്ട് വില്ലിയും പോയി. സോ അങ്ങനെ വില്ലി നേരെ പോകുന്നത് ചാൾസിന്റെ അടുത്തേക്കാണ് പൈസ ബോറോ ചെയ്യാൻ. There he encounters Bernard, who is now a successful lawyer, while the greatest thing Willie's son Biff ever achieved was playing high school football. Okay? So അവിടെ ബെർണാഡ് ഉണ്ട്. Biff and Happy have made arrangements to meet Willie for dinner at Frank Chop's house. Okay? ബെർണാഡും ചാൾസും, ബെർണാഡിന്റെ സക്സസിനെല്ലാം റീസൺ ഫാദറായ ചാൾസിന്റെ അസിസ്റ്റൻസും കൂടെയാണ്. Before Willie arrives, Biff confesses to Happy that Oliver gave him the cold shoulder when he tried to ask for the loan and he responded by stealing Oliver's pen. Okay? അതായത് ഒലിവറിനോട് ഞാൻ പൈസയൊക്കെ ചോദിച്ചപ്പോൾ ഒലിവർ, അതായത് മക്കള് രണ്ടുപേരും കാത്തിരിക്കുകയാണ് കിട്ടുന്ന ഒരു പൈസ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, പറ്റുന്ന സ്ഥലത്ത് നിന്നെല്ലാം ബോറോ ചെയ്താണ് ഇവർ ഈ സ്പോർട്സ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ വില്ലി ഹാപ്പിയോട് പറയും പോയ പോലെ പൈസയൊന്നും ശരിയാക്കാൻ പറ്റിയില്ല. ഹാപ്പി advises him to lie to Willie in order to keep his hope alive. Willie sits down at the table. Okay? ഓക്കെ, അങ്ങനെ വില്ലിയും പൈസ മാക്സിമം സെറ്റ് ചെയ്തിട്ട് മക്കൾക്ക് കൊടുക്കാനായിട്ടായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷെ വില്ലിയുടെ ഭാഗത്തു നിന്നും പൈസയൊന്നും സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. ബിഫിനും ഇത് തന്നെയാണ് അവസ്ഥ. ബിഫ് ഒലിവറിനോടും ഒക്കെ ലോൺ ആവശ്യപ്പെട്ട് പോയതാണ്. പക്ഷെ ആരും വേണ്ട രീതിയിൽ അയാളെ ട്രീറ്റ് ചെയ്തില്ല. ഒലിവറും ഒരു വേക്കഡ് ഹാൻഡ്സ് ആണ് കാണിച്ചത്. ഓക്കെ, അതായത് പൈസ കൊടുക്കാതെയാണ് അയാളെ തിരിച്ചയച്ചത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ വില്ലി വീണ്ടും ഡെസ്പാവും. ഓക്കെ, സോ അതുകൊണ്ട് വില്ലിയിൽ നിന്നും ഇത് ഹൈഡ് ചെയ്യാനായിട്ട് മക്കളൊക്കെ തീരുമാനിച്ചു. വില്ലി ഇപ്പോൾ വിചാരിച്ചേക്കുന്നത് അയാൾക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മക്കൾ സംഭവം അത് മാനേജ് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം നടക്കും എന്നുള്ള രീതിയാണ്. Happy advises him to lie to Willie in order to keep his hope alive. Willie sits down at the table and immediately confesses that he has been fired. So Biff had better give him some good news to bring home to Linda. Okay? സോ അവിടെ വെച്ചിട്ട് ഒരു ഹോട്ടലിൽ വെച്ചിട്ട് നമ്മുടെ വില്ലി മക്കളോട് പറഞ്ഞു, എൻ്റെ ജോലി പോയി, എന്നെ ഫയർ ചെയ്തു. ഓക്കെ, എനിക്കിനി അവിടെ ജോലി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് വില്ലി അഗാധമായി പ്രതീക്ഷിക്കുന്നത് ബിഫിൽ നിന്നൊരു ഹാപ്പി ന്യൂസ് ആണ്. കാരണം ബിഫിൽ നിന്ന് എന്തെങ്കിലും ഒരു ഹാപ്പി ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ലിൻഡയോട് പോയി പറയാൻ പറ്റും, ലിൻഡയും ഹാപ്പി ആകും. സോ ബിഫ് ആൻഡ് വില്ലി ആർഗ്യൂ as distressing memories from the past how overwhelm Willie. Willie staggers to the washroom and recalls the end of Biff's high school career when Biff failed a math course and went to Boston in order to tell his father. Okay, ശരിക്കും പറഞ്ഞാൽ ബിഫിനെ കുറിച്ചായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ വില്ലിക്ക് വേദന ഉണ്ടായിരുന്നത്. He found Willie in a hotel room with the women and came so disillusioned about his former hero that he abandoned his dreams for college and following in Willie's footsteps. Okay? As Willie is lost in
ദിസ് റെവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ഡ്രീം ആണ്, പകൽ സ്വപ്നമാണ്. ബിഫ് ആൻഡ് ഹാപ്പി ലീവ് ദ റെസ്റ്റോറൻറ്റ് വിത്ത് 2 കോൾ ഗേൾസ്. ഓക്കെ, പിന്നെ നമ്മൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ അതേ പാതയിലേക്ക് മക്കളും കൂടെ കടന്നു വരുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, ലിൻഡ പലതവണ വില്ലിയെ വാൺ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ പോകുന്ന അതേ പാത്തിലൂടെയാണ് ശരിക്കും ഇപ്പം ഹാപ്പിയും പൊക്കോണ്ടിരിക്കുന്നത്. ഹാപ്പി വളരെ ഡിസ്റെസ്പെക്റ്റോട് കൂടിയാണ് ഗേൾസിനെ ട്രീറ്റ് ചെയ്യുന്നത്. അവരെ പ്രോപ്പറായിട്ട് സിസ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു കണ്ണിലൂടെ അല്ല കാണുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പല പ്രോസ്റ്റിറ്റ്യൂട്ട്സുമായിട്ടും ഹാപ്പി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബിഫ് തന്നെയാണ് കമ്പാരിറ്റീവ്ലി ഹാപ്പി എന്ന് പറയും. ഓക്കെ, കമ്പാരിറ്റീവ്ലി നല്ല കുട്ടി. എന്നാൽ നമ്മുടെ വില്ലി പറയുന്നത് ഹാപ്പി അങ്ങനെ ഒരു ആളേ അല്ല, ഹാപ്പി ഒരു ഗുഡ് പേഴ്സൺ ആണ്, ഹാപ്പിയെ കുറിച്ച് ഇങ്ങനെയുള്ള നുണകളൊന്നും പറയരുതെന്നാണ്. ഓക്കെ, സോ അത് കേൾക്കുമ്പം നമ്മുടെ ലിൻഡ ആകെപ്പാടെ ഔട്ട് ഓഫ് മൈൻഡ് ആവും. കാരണം പറഞ്ഞാലും അതൊന്നും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ വില്ലി റെഡിയല്ല. When Biff and Happy return home, Linda is furious at them for abandoning their father. Okay, അങ്ങനെ നമ്മുടെ ബിഫും ഹാപ്പിയും വീട്ടിൽ തിരിച്ചെത്തി. 2 ഗേൾസുമായിട്ട് പോയിട്ട് എൻജോയ് ചെയ്തിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. ഫാദറിനെ അവരവിടെ ലീവ് ചെയ്തു. ഓക്കെ, സോ സമയത്ത് അമ്മ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ടെൻസ്ഡാണ്. എന്തിനാണ് അച്ഛനെ അവിടെ ഇട്ടിട്ട് പോകുന്നത്? നിങ്ങൾ എന്താണ് അച്ഛനെയും കൊണ്ട് വരാഞ്ഞത്? ഓക്കെ, അദ്ദേഹം വളരെ ടെൻസ്ഡ് ആയിരുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കമ്പനി കൊടുക്കാഞ്ഞത്? വൈ യു ജസ്റ്റ് ഡ്രോപ്പ് യുവർ ഫാദർ ജസ്റ്റ് ലൈക്ക് എ തിങ് ആൻഡ് ലീവ് ദ പ്ലേസ്. ഓക്കെ, എന്തോ ഒരു വസ്തു ഉപേക്ഷിച്ചിട്ട് പോരുന്ന പോലെയാണ് നിങ്ങൾ ഫാദറിനെ അവിടെ ലീവ് ചെയ്തിട്ട് ഇപ്പം മടങ്ങി വന്നിരിക്കുന്നത്. ഇതൊരു ഗുഡ് ഹാബിറ്റ് അല്ല. Biff, ashamed of his behavior, finds Willie in the backyard. He is trying to plant seeds in the middle of the night. Okay, പിന്നെ നമ്മൾ കാണുന്നത് ബിഫ് ഇപ്പം ഭയങ്കര അഷെയിംഡ് ആണ്. താൻ ചെയ്തു പോയ കോൾ ഗേളുമായിട്ട് പോയ തെറ്റിലൊക്കെ വളരെ അസ്വസ്ഥനാണ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നിപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വില്ലി. ഓക്കെ, വില്ലിയും ബിഫും തമ്മിൽ ഹേർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട്. വില്ലി ഒരു ട്രാവലിംഗ് സെയിൽസ്മാൻ ആണ്, പല പ്ലേസസിൽ ഇങ്ങനെ പോകുന്ന ആളാണ്. ബിഫ് തൻ്റെ മാത്സ് പരീക്ഷയ്ക്ക് ഫെയിൽ ആവുന്ന സമയത്ത് ഈ ന്യൂസ് തൻ്റെ ഫാദറിനോട് പറയുമ്പോൾ ഫാദർ അവനെ ഒന്ന് കൺസോൾ ചെയ്യും, ആശ്വസിപ്പിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഫാദറിനെ അന്വേഷിച്ച് പോകുമ്പം ഫാദറിനെ കാണുന്നത് ഒരു വിമനോടൊപ്പമാണ്. ഓക്കെ, ആ വുമൻ ഒരു മിസ്ട്രസ് ആണ്. സോ മിസ്ട്രസിനോടൊപ്പമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വില്ലിയെ കാണുന്നത്. ഓക്കെ, വില്ലിയെ കാണുന്നത്. ബിഫിന്റെ മനസ്സിലെ ഏറ്റവും ഡാർക്ക് മെമ്മറീസിൽ ഒന്ന് ഫാദറിനെ മിസ്ട്രസിനോടൊപ്പം കണ്ട ആ രംഗമാണ്. ഓക്കെ, സോ അതേ ഇൻസിഡൻസ് ആണ് ഇവരിപ്പോൾ റിക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് യു ക്യാൻ സീ ബിഫ് ashamed of his behavior finds Willie in the backyard. വില്ലി ഇപ്പം ബാക്ക്യാർഡിലുണ്ട്. Willie is trying to plant seeds in the middle of the night and conversing with the ghost of his brother Ben about a plan to leave his family with $20,000 in life insurance money. ഓക്കെ, അതായത് ഏകദേശം ഒരു $20,000 ഒരു ലൈഫ് ഇൻഷുറൻസ് മണിയിൽ ഈ ഫാമിലിക്ക് തിരിച്ചു കിട്ടും. കാരണം വില്ലി മരിച്ചു പോയി കഴിഞ്ഞാൽ ഇൻഷുറൻസ് മണി ഫാമിലിക്ക് കിട്ടും. സോ ആ പൈസയും കൊണ്ട് ഇവരുടെ 2 മക്കളുണ്ടല്ലോ, അതായത് ബിഫും ഹാപ്പിയും, അവർ സക്സസ്ഫുൾ ആവട്ടെ, അവർക്ക് അവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റട്ടെ, എനിക്ക് ജീവിച്ചിരുന്നാലും അവർക്ക് വേണ്ട ഒരു പൊട്ടൻഷ്യൽ ഒന്നും കണ്ടെത്തി കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇദ്ദേഹം ഇങ്ങനെ റികളക്ട് ചെയ്യുകയാണ്. ഇതൊക്കെ മരിച്ചുപോയ തൻ്റെ ബ്രദർ ബെന്നിന്റെ ഗോസ്റ്റിനോടാണ് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് യാർഡിൽ പോയി നിന്നിട്ട് ഇദ്ദേഹം സ്റ്റാർസിനെ നോക്കി സംസാരിക്കുമായിരുന്നു. ആ സ്റ്റാർസിൽ വൺ അമംഗ് ദ സ്റ്റാർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ബ്രദർ ആണെന്നാണ് ഇദ്ദേഹം ഇമാജിൻ ചെയ്യുന്നത്. അങ്ങനെ ബ്രദറിനോട് തന്റെ ക്യൂറീസ് എല്ലാം പറയുകയാണ്. ഓക്കെ, എന്തൊക്കെയാണ് തന്റെ ബുദ്ധിമുട്ടുകൾ, എന്തൊക്കെയാണ് താൻ ഇനിയും ലൈഫിൽ ഫേസ് ചെയ്യാനായിട്ട് പോകുന്ന ഇൻസിഡൻസ്, ഇതെല്ലാം ഷെയർ ചെയ്യുകയാണ്. അങ്ങനെ മരിക്കാനായിട്ട് തീരുമാനിച്ചു. Biff announces that he is finally going to be true to himself, that neither he or Willie will ever be great man, and that Willie should accept this and give up his distorted version of the American dream. ഈ അമേരിക്കൻ ഡ്രീമിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അമേരിക്കൻ ഡ്രീം നമ്മളെ പെട്ടെന്ന്, അതായത് ലെസ് ഹാർഡ് വർക്കിലൂടെ ഹൈലി സക്സസ്ഫുൾ ആക്കാനായിട്ടാണ് നമ്മളെ കാർവ് ചെയ്യിക്കുന്നത്. ഓക്കെ, സോ ഈ അമേരിക്കൻ ഡ്രീം പ്രകാരം പോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ലൈഫിന്റെ എൻഡിൽ ഒരു നെഗറ്റീവിസം അല്ലെങ്കിൽ ഒരു ഡൗൺ റോഡൻ ആയിരിക്കും, ഒരു പതനമായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, ഹാർഡ് വർക്കോട് കൂടി മാത്രമേ നമുക്ക് ബെറ്റർ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റൂ. പക്ഷേ അമേരിക്കൻ ഡ്രീം നമ്മളോട് പറയുന്നത് ക്യാൻ ബി റിച്ച്. ഓക്കെ, യു ഷുഡ് ബി റിച്ച്, യു ക്യാൻ സെലക്ട് എനി മീൻസ്, ഏത് മാർഗം വേണമെങ്കിലും അതിനെ തിരഞ്ഞെടുക്കാം എന്നാണ്. സോ വില്ലിയും അതുപോലെ തന്നെ ബിഫും ഒക്കെ അതിനുവേണ്ടി ശ്രമിച്ചവരാണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ അവർ സിൻസിയർ ആയിട്ട് ഒരു പ്രൊഫഷനിലും അവർ എൻഗേജ്ഡ് ആയിട്ടില്ല എന്നുള്ളതും അവരുടെ ലൈഫിന്റെ ഒരു ഹാർഡ്ഷിപ്പ് ആയിരുന്നു. പിന്നെ അവർ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് മദർ ആയിട്ടുള്ള ലിൻഡയോട് തന്നെയായിരുന്നു. ഓക്കെ, സോ ഇവരൊക്കെയാണ് നമ്മുടെ നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. വില്ലിയുടെ 2 മക്കൾ ഹാപ്പി, അതുപോലെ തന്നെ ബിഫ്, ഇനി വില്ലിയുടെ വൈഫാണ് ലിൻഡ, പിന്നെ ചാർലി അടക്കമുള്ള ഫേമസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഓക്കെ, സോ റിമൈനിങ് ഐഡിയാസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.